മലക്കുകളോട് പറഞ്ഞു, നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യുക എന്ന്. ഇബ്ലീസ് ഒഴികെ മറ്റെല്ലാവരും സുജൂദ് ചെയ്തു. ഇവിടെ മലക്കുകളോടാണ് സുജൂദ് ചെയ്യാൻ പറഞ്ഞത്. ഇബ്ലീസ് ആണെങ്കിൽ മലക്കുകളിൽപ്പെട്ട ആളല്ല, ജിന്നു വർഗത്തിൽപ്പെട്ട ആളുമാണ്. എന്നിട്ടും എന്തുകൊണ്ടോ അള്ളാഹുവിനെ ധിക്കരിച്ചു എന്ന കാരണം കൊണ്ട് ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. അതിനുശേഷം ആദമും ഹവ്വാ ബീവിയും സ്വർഗത്തിൽ സുഖസുന്ദരമായി ജീവിക്കുകയായിരുന്നു. അതിനിടക്ക് അള്ളാഹു ആദമിനോട് കൽപ്പിച്ചു, ആ കാണുന്ന വൃക്ഷത്തിലുള്ള പഴങ്ങൾ നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന്. എന്നാൽ നിർഭാഗ്യവശാൽ ഇബ്ലീസിന്റെ പ്രേരണയാൽ ആദമും ഹവ്വയും ആ പഴങ്ങൾ ഭക്ഷിക്കുകയും അള്ളാഹുവിനെ ധിക്കരിക്കുകയും ചെയ്തു. അതിന്റെ പേരിൽ ആദമും ഹവ്വയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു. ഈ കഥ നമ്മളിൽ പലരും വളരെ ചെറുപ്പത്തിലെ കേട്ടതാണ്. ഖുർആനിൽ ഈ സംഭവം വിവരിക്കുന്നുമുണ്ട്. ഇതും ഇതിനപ്പുറമുള്ളതൊക്കെ നമുക്കറിയാം എന്ന് വീമ്പ് പറയുന്ന ആരെങ്കിലും ഈ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. സ്വർഗത്തിനകത്ത് താമസിക്കുന്ന ആദമിനെയും ഹവ്വയെയും വഴിപിഴപ്പിക്കാൻ വേണ്ടി പുറത്താക്കപ്പെട്ട ഇബ്ലീസ് പിന്നെ എപ്പോഴാണ് സ്വർഗത്തിൽ പ്രവേശിച്ചത്? ഇതിന്റെ ഉത്തരം അറിയാവുന്നവർ ദയവായി നിങ്ങളുടെ ഉത്തരം കമന്റ് ബോക്സിൽ എഴുതുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനമുള്ള എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, മുസ്ലിം ഉമ്മത്തുകളെ, ഞാൻ എൻ്റെ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി ഒരു യുക്തിവാദിയായ ആള് ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ആ വീഡിയോയിൽ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം ആർക്കെങ്കിലും അറിയാമെങ്കിൽ, എന്നാൽ മുസ്ലിങ്ങളാണല്ലോ ഇതിനെക്കുറിച്ച് കൂടുതൽ ധാരണയുള്ളവരും അവരാണല്ലോ ഇത് വിശ്വസിക്കുന്നവരും. അപ്പൊ അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ ഒരു മറുപടി തരണം എന്നാണ് ഇദ്ദേഹത്തിന്റെ താല്പര്യം. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ കോടാനുകോടി മുസ്ലിങ്ങൾ, മലയാളം അറിയുന്ന പ്രത്യേകിച്ചും നമ്മള് ഇദ്ദേഹത്തിന്റെ സംസാരം കേട്ടിട്ട് മിണ്ടാതെ നിൽക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്കത് അറിയില്ല എങ്കിൽ, മിണ്ടാതെ നിൽക്കുക അവിടെ നിൽക്കട്ടെ, നമുക്കിത് ഈ ചോദ്യത്തിന്റെ മറുപടി അറിയില്ല എങ്കിൽ നമ്മൾ എന്ത് മുസ്ലിങ്ങളാണ്? നമ്മളെ കുറിച്ചിട്ടൊരു ധാരണ ഉണ്ടാവുക. എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോ മുസ്ലിമിനും അവനെ കുറിച്ച് ധാരണ ഉണ്ടാകുക. ഈ ചോദ്യത്തിന് എന്ത് മറുപടിയാണ് എനിക്കറിയാം? ഓരോരുത്തരും മനസ്സിലിട്ട് ചിന്തിക്കുക. എനിക്കറിയുന്ന, ഞാൻ മനസ്സിലാക്കിയ പരിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചകന്റെ ഹദീസിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ് ഞാൻ ഇതിനായി മറുപടി കൊടുക്കുന്നത്. നിങ്ങളും ഇങ്ങനെ മറുപടി കൊടുക്കാനും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുക. പണ്ഡിതന്മാർ നമുക്ക് ആയിട്ട് മറുപടി കൊടുക്കാൻ എന്നൊരു ചിന്ത വെക്കരുത്. നമുക്കൊരു ധാരണ വേണം, നമുക്ക് അറിവ് വേണം എന്താണ് ഇതിനുള്ള മറുപടി എന്ന്. നമ്മളെ കുടുംബത്തിൽ ആരെങ്കിലും ചോദിച്ചാൽ എന്താണ് ബാപ്പ അതിന് മറുപടി, എന്താണ് ഉമ്മ അതിന് മറുപടി ചോദിച്ചാൽ നമ്മളെ മക്കൾക്കും നമ്മളെ കുടുംബത്തിനും നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കണ്ടേ, അതിന് നമ്മൾ അറിയണ്ടേ, നമ്മളിത് പഠിക്കണ്ടേ. അപ്പോൾ എന്താണ്, നമുക്ക് വലിയ പണ്ഡിതനായിട്ട് ഇതൊന്നും മറുപടി കണ്ടെത്താൻ വേണ്ടി സാധിക്കൂല. സാധാരണക്കാരനായിക്കൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ, ഈ വേദഗ്രന്ഥം പറയുന്നത് പോലെ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക. ഇതിനുള്ള മറുപടിയാണ് ഞാൻ നൽകുന്നത്. നിങ്ങൾക്കത് ഇഷ്ടമായാൽ നിങ്ങൾ എന്ത് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എത്തിക്കുക. എന്തുകൊണ്ട്? പഠനം അനിവാര്യമാണ്. പഠിക്കണം, മനസ്സിലാക്കണം. ഞാൻ ഇതിനുള്ള മറുപടി കൊടുക്കുന്നത് പരിശുദ്ധ ഖുർആനിൽ നിന്ന് എനിക്ക് അറിയുന്ന ചില കാര്യങ്ങൾ വെച്ചിട്ടാണ് മറുപടി കൊടുക്കുക. അല്ലാതെ ഇവരെ പോലെ ആളുകൾക്ക് നമ്മൾ എന്ത് തന്നെ കൊണ്ടേ കൊടുത്താലും ഇവർ വിമർശിക്കാനായിട്ട് നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ചുരുക്കി പറയാണ്, വീഡിയോ നീണ്ടുപോകുന്ന കണ്ടാൽ ഞാൻ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഇതിന്റെ അടുത്തൊരു പകർപ്പ് 1, 2, 3 എന്നുള്ള നിലക്കാണ് ഇടുക. നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം അത് കാണാൻ വേണ്ടി ശ്രമിക്കുക, മറ്റുള്ളവർക്ക് എത്തിക്കുക. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ്. ഇദ്ദേഹം ചോദിച്ച ചോദ്യം ആദ്യം തന്നെ ഇദ്ദേഹം മനസ്സിലാക്കണം. ഇദ്ദേഹം ചോദിച്ചത് പുറത്താക്കപ്പെട്ട ഇബ്ലീസ് പിന്നെ എങ്ങനെ അതിൽ വന്നു എന്നാണ്. അപ്പൊ ഇവന് ഇതൊന്നും വായിക്കുക മനസ്സിലാക്കിയേ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ വിചാരം പുറത്ത് ആദ്യം ആക്കി ഭൂമിക്ക് ആക്കി വെച്ചു എന്നാ, പിന്നെ ഇവിടുന്ന് എങ്ങട്ടാ പിന്നെ സ്വർഗത്തേക്ക് പോകണമെന്നാ. ആദ്യം ഖുർആൻ വായിക്കണം. ഖുർആൻ വായിച്ചാൽ തന്നെ ഇത് മനസ്സിലാകുന്നുള്ളൂ. പക്ഷെ കുബുദ്ധിയോടുകൂടി വായിക്കരുത്. അള്ളാഹു തആല പറയണം, മലക്കുകളെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. മലക്കുകളെ കാരണം പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് കാര്യം മുഴുവനും സത്യമാണ്, ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്. മലക്കുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. ജിന്ന് അള്ളാഹുവിന്റെ വേറൊരു സൃഷ്ടിയാണ്. മനുഷ്യൻ അള്ളാഹുവിന്റെ വേറൊരു സൃഷ്ടിയാണ്. സൃഷ്ടിപ്പിന്റെ കാര്യത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്,
പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് മലക്കുകൾ. പ്രകാശത്താൽ. തീയിന്റെ പുകയില്ലാത്ത നാളത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്, തീയാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് ജിന്ന് വർഗം. കളിമണ്ണിന്റെ സത്തയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ് മനുഷ്യവർഗം. ആദമിനെ ആദ്യം സൃഷ്ടിച്ചത്, ആദമിൽ നിന്നാണ് പിന്നെ ഹവ്വാനെ സൃഷ്ടിക്കുന്നത്. കാരണം അവിടെ മാതാപിതാക്കളൊന്നുമില്ല. അതാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ കഴിവിനെ കുറിച്ച് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. എന്താണ് സൃഷ്ടാവ്, എന്ത് രീതിയിലാണ് സൃഷ്ടാവ് സൃഷ്ടിക്കുന്നത്. അപ്പൊ ഇവിടെ 1, 2, 3 നാലാമത്തെ സൃഷ്ടിപ്പ് എന്താണ്? ഈസാ നബിന്റെ സൃഷ്ടിപ്പിലേക്ക് നോക്കുക. ഈസാ നബിന്റെ സൃഷ്ടിപ്പിലേക്ക് നോക്കുക. ഈസാ നബിക്ക് മാതാവുണ്ട്, പിതാവില്ല. ആ സന്ദർഭത്തിൽ ജൂതന്മാര് പറഞ്ഞത് അത് വൃത്തികെട്ട രൂപത്തിൽ ജനിച്ചതാണ് ഈസ എന്നാണ് ജൂതന്മാര് പറയുന്നത്. മനസ്സിലായല്ലേ? അപ്പൊ ഈ സൃഷ്ടിപ്പിന്റെ കാര്യം മനസ്സിലാക്കുക. 4 തരത്തിലാണ് സൃഷ്ടിപ്പിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1, ജിന്നിനെ സൃഷ്ടിച്ചു, മലക്കിനെ സൃഷ്ടിച്ചു വെളിച്ചത്തിന്റെ പ്രകാശത്തിൽ നിന്ന്, ജിന്നിനെ സൃഷ്ടിച്ചു തീയിൽ നിന്ന്, മനുഷ്യനെ സൃഷ്ടിച്ചു കളിമണ്ണിൽ നിന്ന്, ആ ഈസാ നബിനെ സൃഷ്ടിച്ചു, മാതാവുണ്ട്, പിതാവ് ഇല്ല. പിന്നെ വരുന്ന ജനസന്തതികൾ മുഴുവനും മാതാപിതാക്കളുടെ ബന്ധത്തിലൂടെയാണ് പിന്നെ സൃഷ്ടിപ്പ് വരുന്നത്. അപ്പൊ സൃഷ്ടിപ്പ് എന്ന അള്ളാഹുവിനെ കുറിച്ചിട്ട് ഇതൊന്നും ഒരു പ്രശ്നമല്ല. ആ മനുഷ്യന്റെ മുഖത്ത് കിടക്കുന്ന അണുക്കളെ കുറിച്ചിട്ട് ഇന്ന് യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് കാണാം. സൂം ചെയ്ത് കണ്ട് അവരൊക്കെ രാത്രി നമ്മൾ കടന്നുറങ്ങുമ്പോൾ ഈ ചെറിയ അണുക്കളൊക്കെ കയറി വന്ന് ഇവിടെ മുട്ടയിടുക, അതേപോലെ തന്നെ അവര് ബന്ധപ്പെടുക, ഇതൊക്കെ ഇവിടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പഠനത്തിലൂടെ കാണാൻ സാധിക്കും. അപ്പോൾ സൃഷ്ടാവിന്റെ കഴിവിനെ ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് അള്ളാഹു തആല പറയണേ, മലക്കുകളെ വിളിച്ചുകൊണ്ട് ഞാൻ ഭൂമിയിൽ, അങ്ങനെ തന്നെ പറയണേ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദം നബിയെ കുറിച്ചിട്ടുള്ള ചർച്ചയാണ് ഇവിടെ ഇദ്ദേഹം വെച്ചത്. അതുകൊണ്ട് അതിന്റെ ഏകദേശം തുടക്കം മുതൽ ഏകദേശം വരെ പറഞ്ഞിട്ടില്ല എങ്കിൽ ഇദ്ദേഹത്തിന് ഇത് മറുപടി ആയി വരൂല. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. എന്റെ വീഡിയോ നീണ്ടുപോകുകയാണെങ്കിൽ 10 മിനിറ്റിൽ കൂടുതൽ നീണ്ടുപോകുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോ നിർത്തിക്കൊണ്ട് അടുത്ത വീഡിയോ ചെയ്യും. അത് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ്. അള്ളാഹു എല്ലാവർക്കും മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തആല പറയാണ് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ പറയാണ് അള്ളാഹു തആല, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ ഖാലൂ. അള്ളാഹു തആല പറയാണ് പരിശുദ്ധ ഖുർആനിൽ 30-ാമത്തെ വചനം, ഞാൻ ഇതാ ഭൂമിയിൽ ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോകുകയാണ്. എവിടെ പറഞ്ഞത്? സ്വർഗത്തിൽ ഖലീഫയെ നിയോഗിക്കാൻ പോകുകയാണ് എന്നല്ല പറഞ്ഞത്. മലക്കുകളോട് ആദം നബിനെ ഉണ്ടാക്കുന്നതിന്റെ മുന്നേണ് മലക്കുകളോട് ഈ സംഗതി പറഞ്ഞത്. ആദ്യം അത് മനസ്സിലാക്കുക, ബുദ്ധി ഉപയോഗിക്കുക. ഇവരൊക്കെ എന്തേലും തട്ടിവിടുമ്പം അത് അപ്പടി വിശ്വസിക്കാതെ എന്താണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോഴാണ് ഇത് മനസ്സിലാവുള്ളൂ. വൈദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ ഖാലു അതജഅലു ഫീഹാ മൻ യഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. ഞാനിതാ ഭൂമിയിൽ ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോകുകയാണ് എന്ന് നിന്റെ നാഥൻ മലക്കുകളോട് പറഞ്ഞ സന്ദർഭം അള്ളാന്റെ റസൂലിനോട് പറയാം. ആര്? അള്ളാന്റെ റസൂലിനോട് പറയാൻ ഇങ്ങനെ സംഭവം നടന്നത് അള്ളാന്റെ റസൂലിന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ടോ അവർ പറഞ്ഞു, മലക്കുകൾ പറഞ്ഞു, അവിടെ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ ആണോ നീ നിയോഗിക്കുന്നത്? ഞങ്ങളാകട്ടെ നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുകയും നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നുണ്ടല്ലോ. അവൻ അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് എനിക്കറിയാം. അവർ പറഞ്ഞു, എന്തിനാണ് ഈ കുഴപ്പമുണ്ടാക്കുന്ന, കച്ചറുണ്ടാക്കുന്ന, പുലിവാലുണ്ടാക്കുന്ന ആൾക്കാരെ രക്തം ചിന്തുന്നവർ നീ ഉണ്ടാക്കുന്നത്? അപ്പൊ അതിന്റെ മുന്നേ മനുഷ്യരവിടെ ഉണ്ടോ? മനുഷ്യരവിടെ ഇല്ലല്ലോ. അപ്പൊ മലക്കുകൾക്ക് അതിന്റെ മുന്നേ എന്തെങ്കിലും അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ടാവുമല്ലോ. രക്തം ചിന്തുന്ന കലാപം ഉണ്ടാകുന്ന ആൾക്കാരുണ്ടായിട്ടുണ്ടാവുമല്ലോ, അവരെ നശിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അള്ളാഹു തആല പറയുന്നത് എന്താണ്? ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോകുന്ന പരിശുദ്ധ ഖുർആൻ നേർക്ക് നേരെ നമുക്ക് മനസ്സിലാകുന്നത്. ഭൂമിയിൽ ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോകുന്നു, മനുഷ്യനെ ഉണ്ടാക്കാൻ പോകുന്നു ഭൂമിയിൽ എന്നാ പറഞ്ഞത്.
അപ്പൊ അവിടെ ഉണ്ടാക്കിയിട്ടില്ല, തുടങ്ങിയിട്ടില്ല, ഒന്നുമില്ല. ആരോടാ പറയുന്നത്? മലക്കുകളുടെ ഒരു മീറ്റിംഗിൽ, അള്ളാഹുവിന്റെ സന്നിധിയിൽ മലക്കുകളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു. എന്നിട്ടോ അപ്പൊ 8 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ 2 മിനിറ്റ് കൂടി പറഞ്ഞിട്ട് ഇത് ഓഫാക്കിയിട്ട് വീണ്ടും ഞാൻ ഇതിന്റെ അടുത്ത ഭാഗം പറയും. കാരണം അത് പറഞ്ഞാലാണ് ബഹുമാനുള്ള സഹോദരന്മാർ ഇതിന് മറുപടി ആകും. അതുകൊണ്ട് ഇവര് ഒറ്റ വാക്കിൽ ചോദിച്ചുകൊണ്ട് മനുഷ്യനെ വസ്വാസിലാക്കാൻ വേണ്ടി ശ്രമിക്കും. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ അതിന്റെ കാര്യം മുഴുവൻ മനസ്സിലാക്കിയിട്ടാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. അപ്പൊ അള്ളാഹു തആല പറഞ്ഞ എന്താണ്? അള്ളാഹു ആദമിന് നാമങ്ങളെല്ലാം പഠിപ്പിച്ചു. അള്ളാഹു ആദമിനെ ഉണ്ടാക്കിയതിനു ശേഷം അള്ളാഹു എല്ലാ നാമങ്ങളും അറിവുകളും അള്ളാഹു ആദമിന് പഠിപ്പിച്ചു. وعلم آدم الأسماء كلها ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. അള്ളാഹു ആദമിന് നാമങ്ങളെല്ലാം പഠിപ്പിച്ചു. പിന്നീട് ആ പേരിട്ടവയെ അവൻ മലക്കുകൾക്ക് കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ ഇതൊന്ന് പറഞ്ഞു തരൂ മലക്കുകളോട് പറഞ്ഞു. എന്നാൽ ആദമിനെ ഉണ്ടാക്കി, ആദം മനുഷ്യനാണല്ലോ, മലക്കല്ലല്ലോ. ആദമിനെ ഉണ്ടാക്കിയിട്ട് ഒരു മനുഷ്യന് വേണ്ടുന്ന ക്വാളിറ്റികൾ എന്താണ്, മനുഷ്യൻ അറിയേണ്ടത് എന്തൊക്കെയാണ് എന്ന എല്ലാ കാര്യങ്ങളും ആദമിന്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ആദമിന് പഠിപ്പിച്ചു. എന്നിട്ട് മലക്കുകളോട് പറഞ്ഞു, നിങ്ങൾ ഈ ആദമിന് പഠിപ്പിച്ച ഈ കാര്യങ്ങൾ ഇതാ ഞാൻ നിരത്തി വെച്ചത്, അതെല്ലാം നിങ്ങൾ പറഞ്ഞു തരൂ. കാരണം അത് മലക്കുകൾക്ക് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് അടുത്ത വീഡിയോയിൽ ഞാൻ ഇത് പറയുന്നു.